ഇത് നമുക്ക് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്നതിന് നോക്കാം. ഈ കപ്പലണ്ടി മിഠായി നമുക്ക് വീട്ടിൽ തന്നെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കപ്പലണ്ടി മിഠായി നമുക്ക് ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും, പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാനിന്നിവിടെ പഞ്ചസാര വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ശർക്കര വെച്ചിട്ട് ഞാനൊരു 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഉണ്ടാക്കി നോക്കുമ്പോൾ അത് അത്രയ്ക്ക് അങ്ങോട്ട് ടേസ്റ്റ് കിട്ടാറില്ല. അത് കപ്പലണ്ടി മിഠായി ശർക്കര വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ മിഠായി സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ശർക്കര ഇങ്ങനെ പൊടി പോലെ വരും. അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശർക്കരയിൽ ഉപ്പുണ്ടെങ്കിലാണ് അതേപോലെ ശർക്കര പൊടി പോലെ വരുന്നത്. അപ്പം എനിക്ക് തോന്നണം ഇപ്പം നമുക്ക് കടയിൽ കിട്ടുന്ന ഒരു ഇതെല്ലാ ശർക്കരയിലും അതേപോലെ ഉപ്പുണ്ടെന്ന് തോന്നണം. അപ്പോൾ ഈ കപ്പലണ്ടി മിഠായി അത്രയ്ക്ക് അങ്ങോട്ട് ഹാർഡായിട്ടിരിക്കില്ല, ഒരു നനഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ എന്ന് നമുക്ക് പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കാം. പഞ്ചസാര വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഈ കപ്പലണ്ടി മിഠായി നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ശരിക്കും കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആ സെയിം ടേസ്റ്റ് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 250 ഗ്രാം കപ്പലണ്ടി വറുത്തിട്ട് തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. അത് കപ്പലണ്ടി എത്രയും നമ്മൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് തന്നെ പഞ്ചസാര എടുക്കണം. പഞ്ചസാരയും ഞാനിവിടെ 250 ഗ്രാം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ കപ്പലണ്ടി മിഠായി ആക്കാന്ന്. കപ്പലണ്ടി ഇതേപോലെ നല്ല കട്ടിയുള്ള ഒരു പാനിലിട്ടിട്ട് വറുത്തെടുക്കാം. കപ്പലണ്ടി വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ആ കപ്പലണ്ടി എപ്പോഴും ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അപ്പോഴായിരിക്കും എല്ലാ സൈഡും ഒരേപോലെ മുരിഞ്ഞ് കിട്ടുക. രണ്ട് കപ്പലണ്ടി റെഡി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തിരിപ്പിച്ച് കഴിയുമ്പോൾ തൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പോകും. അപ്പോൾ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഈ കപ്പലണ്ടി നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കപ്പലണ്ടിയുടെ തൊണ്ട് കളഞ്ഞെടുക്കണം. ഇങ്ങനെ എപ്പോഴും നിർത്താണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് കരിഞ്ഞ് പോകും. ഈ കപ്പലണ്ടി റെഡി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ പാനിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ ഈ പാനിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഈ കപ്പലണ്ടി കരിഞ്ഞ് പോകും. അപ്പോൾ കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഒന്ന് തിരിപ്പിച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ തൊണ്ട് വിട്ട് പോരണം. ഈ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് 250 ഗ്രാം പഞ്ചസാര എടുക്കുക. അത് നിങ്ങൾ മെഷർമെൻറ്റ് കപ്പിലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ അത് 250 ഗ്രാം പഞ്ചസാര ഉണ്ടാവും. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കണം. അത് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് പഞ്ചസാര നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ പഞ്ചസാര ഇങ്ങനെ വെള്ളം പോലെ വരും. ഇത് മെൽറ്റായി കഴിഞ്ഞിട്ട് പിന്നെ ക്യാരമലാവാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ക്യാരമലാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഏറ്റവും നല്ലൊരു ഗോൾഡൻ കളറായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു ഡാർക്ക് ബ്രൗണിലേക്ക് വരും. അങ്ങനെ ഡാർക്ക് ബ്രൗണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കൈപ്രസ് ഉണ്ടാവും. അപ്പോൾ ഡാർക്ക് ബ്രൗൺ ആവുന്നതിന് മുമ്പ് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് നിങ്ങൾ കപ്പലണ്ടി ചേർക്കണം, അല്ലെങ്കിൽ ആ കപ്പലണ്ടി മിഠായിക്ക് കൈപ്രസം വരും. പിന്നെ നല്ല കട്ടിയുള്ള പാൻ വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പുക കയറും. അപ്പോൾ നല്ല കട്ടിയുള്ള ഒരു പാനിൽ വയ്ക്കാം. നിങ്ങളുടെ അടുത്ത് നല്ല കട്ടിയുള്ള നമ്മുടെ നാട്ടിലേക്ക് സാധാരണ ഉപയോഗിക്കുന്ന ചീനിച്ചട്ടി ഉണ്ടെങ്കിൽ അതായാലും മതി. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഡാർക്ക് ബ്രൗൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം നോക്കണം. നല്ലൊരു ഗോൾഡൻ കളറ് ആകുമ്പോൾ തന്നെ കപ്പലണ്ടി ചേർക്കണം. അത് നിങ്ങൾ കപ്പലണ്ടി എടുക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വലിയ ടൈപ്പ് കപ്പലണ്ടിയും കിട്ടും, ചെറിയ ടൈപ്പ് കപ്പലണ്ടിയും കിട്ടും. പക്ഷേ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറിയ ടൈപ്പ് കപ്പലണ്ടിയാണ് നല്ലത്. ഞാനിവിടെ കപ്പലണ്ടിയുടെ തൊണ്ട് കളഞ്ഞിട്ട് കൈ കൊണ്ട് തൊണ്ട് കളയാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിരുമ്മി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക കപ്പലണ്ടികളും ഒരു കപ്പലണ്ടി ഇങ്ങനെ 2ആയിട്ട് പൊളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2ആയിട്ട് പൊളിഞ്ഞിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അത് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി തൊണ്ട് കളഞ്ഞ് കഴിയുമ്പോൾ തന്നെ അതിങ്ങനെ എല്ലാ കപ്പലണ്ടികളും ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെ വിട്ടുപോരും. ഈ പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ചും കൂടി ഈ വെളുത്തിട്ട് ഇങ്ങനെ പഞ്ചസാരയുടെ കട്ട പോലെയുണ്ട്. അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റാവണം. നമുക്ക് തീ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഈ പാൻ്റെ ചൂട് കൊണ്ട് തന്നെ ഈ കട്ട കിടക്കുന്നതൊക്കെ ഉടഞ്ഞു കിട്ടും. ഇനി തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് പെട്ടെന്ന് അങ്ങോട്ട് കളർ മാറും. ഇത് സ്പൂണിന് ഇങ്ങനെ പിടിച്ചിരിക്കണ്ടെങ്കിൽ അതൊന്ന് പിടിച്ചിട്ട് അതേപോലെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാം. അത് നിങ്ങൾ മറക്കരുതാണ് തീ കുറച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തൊരു കുറച്ചും കൂടി കട്ടയുണ്ട്. ആ കട്ടയും ഇതേപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. അപ്പോൾ ഇതിനകത്ത് കട്ടയ്ക്ക് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 250 ഗ്രാം കപ്പലണ്ടി ചേർക്കാം. ഈ കപ്പലണ്ടി ചേർത്ത വഴിക്ക് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം.
തീ കൂട്ടി വയ്ക്കരുത്, തീ ലോയിൽ തന്നെ വയ്ക്കുക. തീ ഒട്ടും കൂട്ടി വയ്ക്കരുത്, തീ ഏറ്റവും കുറച്ച് വയ്ക്കുക. ഇത് എല്ലാനും ഈ പഞ്ചസാര പാനിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ പഞ്ചസാര പാനി എല്ലാനും ഈ കപ്പലണ്ടിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഇത് ഞാനിവിടെ ഒരു ഫോയിലർ പേപ്പറിലേക്കാണ് ഇടുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊരു ബട്ടർ പേപ്പറിലേക്ക് ഇട്ടാലും മതി. അത് പെട്ടെന്ന് തന്നെ ഇടണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് സെറ്റായി പോകും ഈ പാനിൽ ഇരുന്നിട്ട്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതേപോലെ പരത്താൻ എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പരത്തി കൊടുക്കുക. നമ്മൾ ഈ ചോറൊക്കെ വിളമ്പാനെടുക്കണ ചോറ് വിളമ്പണ കയ്യിലില്ലേ, ആ കയ്യിൽ വെച്ചിട്ടും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല മുറുക്കി പ്രസ് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതേപോലെ ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് പരത്തിയെടുക്കുക. അതിങ്ങനെ കട്ടയായി പോണതിന് മുമ്പ് തന്നെ ഇത് നിങ്ങളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് കട്ടയായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അതൊക്കെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഫോയിൽ പേപ്പറിന് പിന്നെ ഇത് ഒട്ടി പിടിക്കില്ല. അതിങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒതുക്കി കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഷേപ്പായിട്ട് കിട്ടും. ഇനി പാനിൽ കുറച്ചും കൂടിയും പഞ്ചസാര പാനി ഇങ്ങനെ ബാക്കി കട്ട പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും കൂടിയും പതുക്കെ ഒന്ന് ചൂടാക്കും. ഒരുപാട് ചൂടാക്കരുത്. ഒരുപാട് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ പഞ്ചസാര പാനിക്ക് കൈപ്രസം വരും. എന്നിട്ട് ഇത് കപ്പലണ്ടി മിഠായിയുടെ മുകളിലേക്ക് കൂടി ഒന്ന് വെച്ച് കൊടുക്കുക. അതിന് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഈ പഞ്ചസാര പാനി മെൽറ്റായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇതാ കപ്പലണ്ടി മിഠായിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളെ മുകളിൽ വെച്ചാൽ പഞ്ചസാര പാനിക്കും ഇപ്പം ഭയങ്കര ഹാർഡായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറണം. ഇനി ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ചൂടാറാണ്ട് കട്ട് ചെയ്തെടുക്കരുത്. ഇത് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട. ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നിട്ട് തന്നെ ഇത് ചൂടാറണം. പിന്നെ ഇത് ഈ കപ്പലണ്ടി മിഠായി നിങ്ങൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഫോയിൽ പേപ്പറിലിടുക. അല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അല്ലെങ്കിൽ കുക്കിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടർ പേപ്പറിൽ ഇടല്ലേ, ഈ കേക്കിൻ്റെ അടിയിലേക്കും ഇടുന്ന ബട്ടർ പേപ്പറായിരുന്നാലും മതി. പക്ഷെ നമ്മൾ വല്ല പാത്രത്തിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പാത്രത്തിൽ ആയി ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. പിന്നെ കടകളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരുടെ അടുത്ത് അതിനുള്ള പ്രത്യേക ടൈപ്പിലുള്ള അച്ചുണ്ടാവും. ഒരു മരത്തിൻ്റെ അതിൻ്റെ ഒരു അച്ചുണ്ടാവും. അപ്പോൾ ആ അച്ചിലേക്കാണ് അവർ ഇതിൻ്റെ ഈ കപ്പലണ്ടി മിഠായിയുടെ മിക്സ് ഒഴിക്കുക. അപ്പോൾ അത് നല്ല കറക്റ്റ് ഷേപ്പിൽ അവർക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ അത്രയ്ക്ക് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ കപ്പലണ്ടി മിഠായി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് വിരിച്ചെടുക്കാം. ഇതിൻ്റെ അടിഭാഗം ഇതേപോലെ ഇരിക്കും. ഇത് നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. അത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുണ്ടെങ്കിൽ ഇത് കൈ കൊണ്ടൊന്ന് ഒടിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു കട്ടർ വെച്ചിട്ട് എങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കുക. എൻ്റെ അടുത്ത് ഇവിടെ ഇതേപോലത്തെ ഒരു പിസ്സ കട്ടറുണ്ട്. ഇത് വെച്ചിട്ടും കട്ട് ചെയ്തെടുക്കാൻ പാടുണ്ട്. ഞാനിവിടെ ഈ ഉള്ളി ചതക്കുന്ന ഇത് വെച്ചിട്ട് ഈ കട്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് പതുക്കൊന്ന് കൊട്ടി കൊടുക്കുകയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ കത്തി ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇതേപോലത്തെ നമ്മൾ ഉള്ളി ചതക്കുന്ന ഇത് വെച്ചിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ഒരു പീസായിട്ട് വിട്ട് വരും.
ഇപ്പോൾ കപ്പലണ്ടി മിഠായി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ്. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം.